ഹായ് ഗൈസ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊടും മഴയത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് ചെന്നൈയിലോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്ത് നല്ല മഴയാണ്. നിങ്ങൾക്കിപ്പോൾ മുന്നിൽ കാണാൻ പല വാഹനങ്ങളും അവർ യു ടേൺ അടിച്ച് തിരിച്ചു പോവുകയാണ്. അവിടെ കണ്ടോ ബൈക്കൊക്കെ അവർ ആ വെള്ളത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നീക്കൊണ്ട് വരുവാണ്. നല്ല മഴയാണ്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നല്ല വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തേ അടുത്ത് വെള്ളത്തിലോട്ട് കയറാൻ പോവുകയാണ്. സൈഡിലുള്ള വണ്ടികളിൽ, അതായത് ബൈക്കിൽ വരുന്നവരെല്ലാം നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ടയർ ഫുള്ള് മുങ്ങിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഏകദേശം അറ്റത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു തിരക്കാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി പാർക്കിങ്ങിലോട്ട് പോകണം. അപ്പോൾ കുറച്ച് വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല മഴ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ പാർക്കൊക്കെ ചെയ്ത് ട്രെയിനിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ചെന്നൈ മെയിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് അറൗണ്ട് 16 hours ട്രാവലുണ്ട് ട്രിവാൻഡ്രം ടു ചെന്നൈ. അതായത് ഈ ട്രെയിന് ഇവിടെ നിന്ന് ഡയറക്റ്റ് പാലക്കാട് പോയി പാലക്കാടിൽ നിന്ന് പിന്നെ ഈറോഡ്, സേലം അങ്ങനെ കയറിയാണ് ചെന്നൈ പോകുന്നത്. അല്ലാതെ പിന്നെ നമുക്ക് അനന്തപുരി എക്സ്പ്രസ് ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിൻകര, നാഗർകോവിൽ ആ റൂട്ട് പോകും. അത് അറൗണ്ട് 14 hours ഉള്ളു. ഒരു 2 hours ഡിഫറൻസ് ഉണ്ട് ആ ട്രെയിനിന്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിൻ അറൗണ്ട് പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇടയിൽ ഞാനൊരു സിനിമയെ കണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കിടക്കുകയും ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഓവർ നൈറ്റുള്ള ഒരു വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്നതിനിടയിലുള്ള, ഞാൻ എന്തിനാണ് അപ്പോൾ ചെന്നൈയിലോട്ട് പോകുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസ് ചെന്നൈയിലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. എനിക്ക് അവിടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫുള്ളി കമ്പനി ചിലവിലാണ് കേട്ടോ പോകുന്നത്. അതുപോലെ നമ്മൾ 3 tier AC-യിലാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ഈ ചെന്നൈ മെയിലിൽ ഫസ്റ്റ് ക്ലാസ് AC, സെക്കൻഡ് ക്ലാസ് AC, അതുപോലെ 3rd AC, സ്ലീപ്പർ, പിന്നെ ജനറലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ 3rd AC-യിലാണ് പോകുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, യാത്ര അത്യാവശ്യം കംഫർട്ടബിളാണ്. തന്നെ അതുപോലെ സൂര്യൻ്റെ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വീണ്ടും എവിടെയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അതായത് ഇന്നലെ യാത്ര സ്റ്റാർട്ട് ചെയ്തതിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പിടിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ചെന്നൈ എത്താറാവുന്നുണ്ട്. അതുപോലെ ഞാൻ ചെന്നൈയിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് ജേണി. ഞാൻ ബാംഗ്ലൂർ 1-2 തവണ പോയിട്ടുണ്ടെങ്കിലും ചെന്നൈയിൽ ഇതുവരെ പോകാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അവസരം ഇപ്പോൾ കിട്ടി. അപ്പോൾ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ചെന്നൈ മെയിൻ MGR സെൻട്രൽ മെയിൻ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ കൊളീഗ് വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പതിയെ സ്ലോ ആവുന്നുണ്ട് നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അത്യാവശ്യം എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അത്യാവശ്യം വലിപ്പമുള്ള റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. ഏതായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ നോക്കാം, എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് നോക്കാം. ഏകദേശം ട്രെയിൻ ഇങ്ങനെ സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. നമുക്ക് ഏതായാലും നിർത്തിയതിന് ശേഷം ഇറങ്ങാം. വെറുതെ ചാടി ഇറങ്ങി വന്ന് വീണ് കൈയും കാലും ഒടിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ നിർത്തുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമുക്കിനി നടക്കാം. അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല. നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 1.5 ഇരട്ടി കൂടെ ഉണ്ട് ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. നല്ല തിരക്കുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വലിപ്പമുണ്ട് റെയിൽവേ സ്റ്റേഷന്. പിന്നെ നമ്മളിത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലോട്ട് നടക്കാം. നമ്മുടെ യാത്ര ഒഫീഷ്യൽ പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും
ഇതിൽ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓഫീസോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകത്തില്ല. നമ്മുടെ യാത്രയും അതുപോലെ തന്നെ നമ്മുടെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ടും ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കൊളീഗിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഓൺ ദ വേ ആണ്. നമുക്കിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പുള്ളി വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തന്നെ ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എൻ്റയർ വ്യൂ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ നമ്മളവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്ത് പുള്ളിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത് രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നതായിരുന്നു. പനിയാരം എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിവേ നമ്മുടെ അവിടുത്തെ ദോശയുടെയൊക്കെ ഒരു എറൗണ്ട് ടേസ്റ്റാണ്. ബട്ട് എനിവേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. കൊള്ളാം, അടിപൊളി. അങ്ങനെ നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് ഇറങ്ങിയായിരുന്നു അവിടെ നിന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെന്നൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ചെന്നൈയിലെ ട്രാഫിക് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട് ഹൈവേ ആണെങ്കിലും. അപ്പോൾ അത്യാവശ്യം ഈ പറയുന്നത് പോലെ നമ്മൾ ഇത്രയൊരു രാത്രിയായിട്ടും നല്ല രീതിയിൽ ചൂടുണ്ട്. ഇപ്പോഴും 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഈ നൈറ്റിൽ. അപ്പോൾ ചൂട് നല്ല രീതിയിലാണ്. നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക, മഴയൊക്കെ നനഞ്ഞ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ചെന്നൈയിലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഈ രാത്രിയിൽ പോലും. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഒരു ബേക്കറിയിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ കുറച്ച് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബേക്കറി ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ട്രൈ ചെയ്തൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അത്യാവശ്യം കൊള്ളാം ഈ ഒരു സംഭവം. അവിടെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് വന്നായിരുന്നു. സിൽവർ സ്പൂൺ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം നല്ല ഫുഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇത് ചപ്പാത്തിയും പെറോട്ടയും, ദെൻ ചിക്കൻ പട്ടിയാല എന്ന് പറഞ്ഞൊരു ഐറ്റമാണിത്. ഇത് ചിക്കൻ ഏറ്റവും അടിയിൽ, അതിന് പുറത്ത് എഗ്ഗ്, ദെൻ ഈ 3 ടൈപ്പ് രീതിയിൽ ഉള്ള ഒരു മസാല ഇവിടെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കഴിച്ച് ഫിനിഷ് ആകാറായി. ഇതെല്ലാം അടിപൊളി ഫുഡ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ റൂമിൽ തന്നെ വന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത് മോർണിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു നമുക്ക് കമ്പനിയിൽ നിന്ന് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഓയോയുടെ തന്നെ റൂമാണ്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. നമുക്ക് അത്യാവശ്യം പുറത്ത് ബാൽക്കണിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ല റൂം തന്നെയാണ്. സോ ഇവിടെ ഇങ്ങനെ കുറച്ച് നോക്കിയിരിക്കാനും സോഫയും അങ്ങനത്തെ കുറച്ച് ഇതുമുണ്ട്. പിന്നെ ഇതൊരു ഹാള് പോലെ നമുക്കൊരു ഡൈനിങ് ഏരിയ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തും എല്ലാം അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ. അത് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെ നമുക്ക് ഓർഡർ ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയ ഇവിടെയാണ് ഈ ഒരു സ്ഥലം. വൃത്തിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയുണ്ട്, മോശമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം 203. ഇതിൽ ആദ്യം കയറി വരുന്ന സമയത്ത് തന്നെ ഒരു വാഷിംഗ് ഏരിയ, ദെൻ അതിനുള്ളിൽ നമുക്കൊരു ടോയ്ലറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറ്ററും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ദെൻ പിന്നെ റൂമിലോട്ടുള്ള എൻട്രൻസ്. ഇപ്പോൾ റൂമിലും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ AC ഉണ്ട്, നമ്മുടെ കബോർഡുണ്ട്, TVയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ ഇടാം അലങ്കോലമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ഒരു സ്ലീപ്പ് തന്നെ ആയിരുന്നു ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ അതുകൊണ്ട് കൊള്ളാം, നല്ല രീതിയിലുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഫുഡ്. അപ്പോൾ ഇവിടെ ശരവണ ഭവനിൽ നിന്ന് ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി ഡിലേ ആവാണ്ട് നമുക്ക് കറക്റ്റ് ടൈമിന് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടൈപ്പ് ചട്നിയും സാമ്പാറുമാണ് നമുക്കിതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇന്നും നമുക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഉച്ചയ്ക്കാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ വീഡിയോസൊന്നും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പിന്നെ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്.
അപ്പോൾ അതും സെയിം തന്നെയാണ്, ചെന്നൈ മെയിലിന് തന്നെ ആയിരുന്നു അവരുടെ SF എക്സ്പ്രസ്. അപ്പോൾ അത് റിട്ടേൺ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് തന്നെ ആഡ് ചെയ്തിട്ടില്ല. സെയിം നമ്മൾ അങ്ങോട്ടൊരു ട്രെയിൻ യാത്ര തന്നെ കാണിച്ചത് കൊണ്ട് നമ്മളതിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പിന്നീട് എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൺ ദ വേയിലുള്ള കുറച്ച് വിഷ്വൽസ് ആണ്. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഇതിൽ കൂടുതൽ വിഷ്വൽസും അതായത് ഞാൻ കൂടുതൽ ടൈം ഓഫീസിലായിരുന്നുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബാക്കി നമ്മുടെ ട്രാവലും കാര്യങ്ങളുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു യാത്രയിൽ ചെന്നൈയിലെ ആ ഒരു ഫുഡും കാര്യങ്ങളും വളരെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രമ്യ പറയുന്നുണ്ടായിരുന്നു രമ്യയും വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും വരുന്ന സമയത്ത് രമ്യനെ കൂടെ കൊണ്ടുവരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. നമ്മൾ ബുധനാഴ്ച ഈവനിങ് ആയിരുന്നു അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ വ്യാഴാഴ്ച രാവിലെ ചെന്നൈ എത്തി. വ്യാഴം ഫുള്ള് നമ്മൾ ചെന്നൈയിലുണ്ടായിരുന്നു. ദെൻ വെള്ളിയാഴ്ച നമ്മൾ രാവിലെ ഓഫീസിലൊക്കെ പോയിട്ട് ആഫ്റ്റർനൂൺ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും വന്നു. അവിടെ നിന്ന് തിരിച്ച് ട്രെയിൻ കയറി. അപ്പോൾ ഇന്നിപ്പോൾ ശനിയാണ്, ശനിയാഴ്ച രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി ഫാമിലിയായിട്ട് എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശനിയും ഞായറും കൂടി ഇവിടെ പ്ലാൻ ചെയ്ത്, അതായത് ചെന്നൈയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നല്ലൊരു ട്രിപ്പായിരിക്കും അത്. അപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ ഏകദേശം അങ്ങ് എത്താറായിട്ടുണ്ട്. നമ്മൾ കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അറൗണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നുണ്ട്. മോശമല്ലാത്ത സ്പീഡിൽ ട്രെയിൻ പോകുന്നുണ്ട്. അത് നമുക്ക് ഈ വിഷ്വൽസിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ലെങ്തിയാണ് ഈ ഒരു യാത്ര. അറൗണ്ട് 16 മണിക്കൂർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടയേർഡാണ്. അപ്പോൾ നമ്മൾ ഇനി വേറെ പ്ലാനൊന്നുമില്ല, നേരെ ഡയറക്റ്റ് ട്രിവാൻഡ്രത്ത് എത്തുന്നു. ദെൻ അവിടെ നിന്നൊരു ക്യാബ് ബുക്ക് ചെയ്യുന്നു, നേരെ വീട്ടിലോട്ട്. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ഏകദേശം എത്താറായി. നമ്മളിപ്പോൾ കൂടുതൽ വീഡിയോസ് ലെങ്ത് വരുത്തുന്നില്ല. അപ്പോൾ എനിവേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ബാക്കി ക്യാബൊന്നും കാണിക്കുന്നില്ല. സോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്.